2010 വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് സ്പെയിന് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് ആ വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുന്നത്. അന്ന് സ്വിറ്റ്സർലാൻഡിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിലാണ് അന്ന് സ്പെയിന് പരാജയപ്പെടുന്നത്. അതിനുശേഷം ഓരോ മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ഫൈനൽ വരെ എത്തുന്നു. ഫൈനലിൽ അന്ന് അവരെത്തുമ്പോൾ അവർ ആകെ കൺസീഡ് ചെയ്ത ഗോളുകളുടെ എണ്ണം ഒറ്റൊന്നാണ്. എതിരാളികൾ അവരുടെ പോസ്റ്റിലേക്ക് നിറയൊഴിക്കപ്പെട്ടത് ഒരൊറ്റ തവണ മാത്രമാണ്. അതിനുശേഷം അവർ കിരീടമുയർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതേ സ്പെയിന് ഇപ്പോൾ 2026 വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോഴും ഇതേ സ്പെയിന് ആദ്യ മത്സരത്തിൽ ഒരു സമനിലയോട് കൂടിയാണ് ഈ വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുന്നത്. അതും കെപ്പെ വെർദെ എന്ന് പറയുന്ന ടീമിനെതിരെ. ആ ഒരു സമനിലയോട് കൂടി ഒരുപാട് കളിയാക്കലുകൾ, വിമർശനങ്ങളൊക്കെ സ്പെയിൻ ഏറ്റുവാങ്ങുന്നുണ്ട്. അതിനുശേഷം സൗദിക്കെതിരെ ഒരു 4-0 എന്ന് പറയുന്ന ഒരു ആധികാരിക വിജയം നേടുന്നു. പിന്നീടുള്ള ഓരോ മത്സരങ്ങളും വിജയിച്ച് പോർച്ചുഗലും ബെൽജിയവും ഫ്രാൻസും ഒക്കെ കടന്ന് ഇപ്പോൾ ഫൈനൽ വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഫൈനൽ വരെ എത്തുമ്പോൾ ആ ടീമിനെ സംബന്ധിച്ച് അവരും ആകെ കൺസിഡർ ചെയ്ത ഗോളുകളുടെ എണ്ണം ഒറ്റൊന്നാണ്. അന്ന് ആ ഒരു ഡിഫൻസ് പാരമ്പര്യമുള്ള ആ ടീം സ്പെയിൻ്റെ 2010 ജനറേഷൻ ഒരൊറ്റ ഗോൾ കൺസീഡ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ 2026 എത്തുമ്പോഴും ഇതേ സ്പെയിന് ഒരൊറ്റ ഗോൾ മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അന്ന് ആ ഒരു ഡിഫൻസ് കാലത്ത് സെർജിയോ റാമോസും പീക്കോയും പുയോളും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ കുബാർസിയും ലംബോട്ടയും കുക്രയും അടക്കമുള്ള താരങ്ങളാണ് ഈ ഡിഫൻസിനെ കാക്കുന്നത്. ചരിത്രം ആവർത്തിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. അന്ന് കസേസിന്റെ ഗോൾ വല കാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച താരങ്ങളാണ് സെർജിയോ റാമോസ് അടക്കമുള്ള താരങ്ങൾ. ഇപ്പോൾ ഉനൈ സിമോന്റെ ഈ വല കാക്കുന്നത് സാക്ഷാൽ കുബാർസിയും 19-കാരനായ കുബാർസിയും ലബോട്ടയും കുക്രയും ഒക്കെ അടങ്ങുന്ന റോഡ്രിയും ഒക്കെ അടങ്ങുന്ന താരങ്ങളാണ്. ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ആ ഫ്രാൻസിന്റെ മുന്നേറ്റ നിരക്കാരെ എത്ര കണ്ട് സ്പെയിൻ്റെ ഡിഫൻസിന് പൂട്ടാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് എന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്ത ഒരു ടീമാണ് ഫ്രാൻസ്, അതുപോലെ ഏറ്റവും കുറവ് ഗോൾ കൺസീഡ് ചെയ്ത ടീമാണ് സ്പെയിൻ. അപ്പോൾ ഒരു ഡിഫൻസ് അറ്റാക്ക് തമ്മിലുള്ള പോരാട്ടം നമ്മൾ ഒന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. അതുമാത്രമല്ല, ഈ വേൾഡ് കപ്പിൻ്റെ ടോപ്പ് സ്കോറർമാരുടെ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ എംബാപ്പെ ഉണ്ട്, അതുപോലെ അസിസ്റ്റ് നൽകിയവരുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒലീസയുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഫ്രാൻസ് ഈ വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്ക്, ഒരു കൺവിൻസിങ് ആയിട്ടാണ് വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്ക് ഫ്രാൻസ് എത്തിയിരുന്നത്. അങ്ങനത്തെ ഒരു ഫ്രാൻസിനെതിരെ സ്പെയിന് എങ്ങനെ അവരുടെ ഡിഫൻസ് ശക്തിപ്പെടുത്തുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ, ഒലീസയും ഡെംബലയും എംബാപ്പയും അടങ്ങുന്ന ആ ഒരു മുന്നേറ്റ സഖ്യത്തെ അവരുടെ സ്പെയിൻ്റെ ഡിഫൻസ് കൃത്യമായിട്ട് പൂട്ടി എന്ന് വേണം നമുക്ക് പറയാൻ. ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒലീസെ ഈ മത്സരത്തിൽ സൈലന്റ് ആയത് എങ്ങനെയാണ്? എംബാപ്പെ എല്ലാ മത്സരത്തിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഗോൾ സ്കോർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അസിസ്റ്റെങ്കിലും നൽകുന്ന എംബാപ്പെ ഈ മത്സരത്തിൽ നിശബ്ദനായി മാറിയത് എങ്ങനെയാണ്? അത്രത്തോളം മികച്ച രീതിയിലാണ് സ്പെയിൻ്റെ ആ ഒരു ഡിഫൻസ് കൈകാര്യം ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതാണ് കുബാർസി എന്ന് പറയുന്ന 19-കാരനെ കുറിച്ചിട്ട്. ആധുനിക ഫുട്ബോളിൽ ഒരു ഡിഫൻഡർ എന്ന് പറയുന്നത് പന്ത് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ പന്ത് തടുക്കുക എന്നതല്ല, ഇൻസ്റ്റന്റ് ഒരു കളി നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം. അങ്ങനത്തെ ഒരു താരമാണ് പാവോ കുബാർസി. ഹീസ് ജസ്റ്റ് 19 വയസ്സുകാരനാണ്, ടീനേജുകാരനാണ്. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഒരു ബിഗ് സ്റ്റേജിൽ സ്പെയിനെ പോലത്തെ ഒരു ടീമിൻ്റെ ആ ഡിഫൻസിനെ കാക്കുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. ബെൽജിയത്തിനെതിരെയുള്ള ആ ഒരു ഗോള് മാറ്റി നിർത്തിയാൽ കളിച്ച മത്സരത്തിലെല്ലാം ക്ലീൻ ഷീറ്റ് നേടിയ ഒരു വ്യക്തിയാണ് പാവോ കുബാർസി. കുബാർസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പന്തിനെ കൃത്യമായിട്ട് മുന്നേറ്റത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ബാക്കാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസിയൊക്കെ ഗംഭീരമാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മൾ കെപ്പെ വെർദെക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം 109 പാസുകളാണ് അദ്ദേഹം നൽകിയിരുന്നത്. അതിൽ 107 ആക്യുറേറ്റ് ആയിരുന്നു. അതുപോലെ സൗദിക്കെതിരെ 97 ആക്യുറേറ്റ് പാസുകളായിരുന്നു കുബാർസി നൽകിയിരുന്നത്. ഈസ് നോട്ട് ഒരു ടിപ്പിക്കൽ സെൻറ്റർ ബാക്ക് ആയിട്ടല്ല അദ്ദേഹം മത്സരത്തിൽ ഉടനീളം കാഴ്ചവെക്കുന്നത്. ഒരു ബോൾ പ്ലേയിങ് സെൻറ്റർ ബാക്കാണ് കുബാർസി എന്ന് പറയുന്നത്. പൊസിഷനിങ്, കമ്പോഷർ, ബിൽഡപ്പ് പ്ലേ, 1-on-1 ഡിഫെൻഡിങ്, ഹൈലൈൻ ഡിഫെൻഡിങ്ങിൽ കൃത്യമായിട്ട് കോൺഫിഡൻറ്റോടെ നിൽക്കാൻ സാധിക്കുക. പല യങ് ഡിഫൻഡേഴ്സും ഫിസിക്കിനെ ആശ്രയിക്കുമ്പോൾ കുബാർസിയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം ഇൻ്റലിജൻസ് കൊണ്ടും ഗെയിം റീഡിംഗ് കൊണ്ടാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത്. ഒരു 19-കാരൻ അറ്റാക്കിങ്ങിൽ ഇതുപോലെ ഒരു ഗംഭീര അത്ഭുത പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നമ്മൾ പ്രശംസിക്കാറുണ്ട്. ഇപ്പോൾ ഡിഫൻസിൽ ഒരു 19-കാരൻ സ്പെയിനെ പോലത്തെ ഒരു നാഷണൽ ടീമിൻ്റെ ഒരു ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു 19-കാരനാണ്, ഒരു ടീനേജുകാരനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് ഐമറിക് ലംബോട്ട എന്ന് പറയുന്ന. കുബാർസിയോടൊപ്പം കൃത്യമായിട്ട് ആ ഡിഫൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു താരമാണ് ഐമറിക് ലംബോട്ട.
അതുപോലെ കുക്കുറയ ഇപ്പോൾ റയലിന് വേണ്ടി കളിക്കാൻ പോവുകയാണ്. ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്പെയിൻ്റെ ടീമിൽ കളിക്കുന്ന കുക്കുറയ ഒരു അസാധ്യ പ്രകടനമാണ് ഇപ്പോൾ ഫ്രാൻസിനെതിരെയും മുമ്പത്തെ മത്സരങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ റോഡ്രിയെ കുറിച്ച് നമ്മൾ 2010 ജനറേഷനെ കുറിച്ച് സംസാരിച്ചല്ലോ. അന്ന് ബുസ്കറ്റ്സ് എന്ന് പറയുന്ന ഒരു താരം ആ ഡി എം റോളിൽ നിറഞ്ഞാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ അതേ ബുസ്കറ്റ്സിന് പകരക്കാരനായിട്ട് ഒരു റോഡ്രി എന്ന് പറയുന്ന മാൻ സിറ്റിയുടെ ആ ഡി എം റോൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അസാധ്യ ടാലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് റോഡ്രി എന്ന് പറയുന്നത്. റോഡ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഡിഫൻസീവിലും ഒഫൻസീവിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് റോഡ്രി. ഇന്നിപ്പോൾ ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്നത് ഒലീസ വേഴ്സസ് റോഡ്രി പോരാട്ടമാണ്. ഒലീസ എപ്പോഴൊക്കെ പന്തുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ റോഡ്രി അത് തടയാൻ വേണ്ടി ഒലീസയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ വേൾഡ് കപ്പിൻ്റെ ഈ സെമിയിൽ സ്പെയിനിന് വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ 2010 ചരിത്രം ആവർത്തിക്കുമോ അല്ലെങ്കിൽ അർജന്റീനയോ ഇംഗ്ലണ്ടോ ആരായിരിക്കും സ്പെയിൻ്റെ എതിരാളികൾ?